ഇതാര്? ഡാലിയോ? വന്നിട്ട് അധികം സമയമായോ? ഇല്ല, ഒരു 5 മിനിറ്റ്. അകത്ത് കയറിയിരിക്കാൻ പറയാറുണ്ടോ? ആളെ മനസ്സിലായി കാണില്ല. ഡാലിക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? ഞാൻ ചായ പറയട്ടെ? വേണ്ട, നന്ദി. പിന്നെ എന്താ ഈ വഴിക്കൊക്കെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, പ്രശ്നമുണ്ടെങ്കിൽ തന്നെ എന്റെ സഹായം വേണ്ടല്ലോ അല്ലേ? അതൊക്കെ അങ്ങനെ പറഞ്ഞേ. അയ്യോ, സാറിന്റെ സഹായം ഇല്ലാതെ ഈ സർക്കിളിൽ ജീവിക്കാൻ പറ്റൂ? എനിക്ക് സാറിന്റെ ഒരു സഹായം വേണം, അതിനാ വന്നേ. എന്താ വേണ്ടെന്ന് പറഞ്ഞു? എന്നെ കൊണ്ട് കഴിയാവുന്ന എന്ത് സഹായം ഞാൻ ചെയ്തുതരും. സാർ ഒരാളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടിട്ടുണ്ട്. ആദ്യത്തിന് അയാളുടെ പേര് ഉണ്ട്. എന്താണ് പ്രശ്നം? അയാളെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നതാ ഞാൻ. അതിനെന്താ വിട്ടേക്കാം. ഡാലിയെ പറഞ്ഞ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അതിന്റെ കാരണം എന്താണെന്ന് ഡാലിയ ചോദിച്ചില്ല. എന്താ? ആരായി ഡാലിയ? കർണന്റെ സെക്രട്ടറി. കർണൻ പറഞ്ഞ എനിക്ക് തട്ടാൻ പറ്റില്ല. അതാ ഞങ്ങൾ തമ്മിലുള്ള. ആരായി ആദിത്യൻ? കർണന്റെ സ്വന്തം ആളാ? കർണൻ സാറിന്റെ ആരുമല്ല. അല്ലേ? കർണന്റെ ആളാണെന്ന് പറഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അല്ല, അതെങ്ങനെയാ? അതെന്താ? വേറൊരാള് വന്ന് ജാമ്യത്തിൽ നിന്ന് ആദ്യത്തിനെ റിലീസ് ചെയ്യില്ലേ? ഇല്ല, ഈ കേസിൽ കർണന്റെ സ്വന്തം ആളാണെന്ന് എനിക്ക് ഉറപ്പ് കിട്ടണം. എന്നാലേ വിടാൻ പറ്റൂ. അറസ്റ്റ് ചെയ്ത അന്ന് മുതൽ ആദിത്യനോട് ഞാൻ പറയുന്നത് ഇത് തന്നെയാ. പക്ഷെ എന്ത് ചെയ്താ കർണന്റെ പേരവൻ പറയത്തില്ല. അത് പറയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ എന്തിനാ നുണ പറയുന്നത്? ആദ്യത്തിന് എന്റെ സുഹൃത്താണ്. നിങ്ങൾ പറയുന്നതെന്തും ജാമ്യത്തിന് വേണ്ടി തരാൻ ഞാൻ തയ്യാറാണ്. പ്ലീസ്, അയാളെ റിലീസ് ചെയ്യണം. അതൊന്നും വേണ്ട. ആദിത്യന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത കള്ളനോട്ടുകൾ ആര് കൊടുത്തതാണെന്ന് ആദിത്യം പറഞ്ഞാൽ ആ നിമിഷം ഒരു ഉപാധിയും കൂടാതെ ഞാൻ അവന് വിട്ടേക്കാം. അത് അയാൾക്ക് അറിയില്ലെങ്കിലോ? അതെങ്ങനെയാ അവൻ അറിയാതെ അത്രയും പണം അവന്റെ വീട്ടിൽ വരുന്നത്? അത് ആദിത്യന് കൊടുത്തത് കർണനാണെന്ന് എനിക്കറിയാം. ആദിത്യൻ കർണന്റെ വിശ്വസ്തനാണെന്നും എനിക്കറിയാം. അതവൻ എന്നോട് പറയും. അതുവരെ അവൻ ഈ ലോക്കപ്പ് തന്നെ കിടക്കും. മോള് പോയിട്ട് സാറിനോട് വരാൻ പറ. സാർ വരാതെ നിങ്ങൾ ആദ്യത്തിനെ റിലീസ് ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ നിബന്ധനകളൊന്നും CI മാധവൻ ആവശ്യം വരില്ല. പക്ഷേ ഉദ്ദേശിച്ച പേര് പറയിപ്പിക്കാൻ വേണ്ടി ആദിത്യനെ അകത്തിട്ട് പെരുമാറിയെന്ന് ആദിത്യം പറഞ്ഞ സ്നേഹം കൊണ്ട് പറയ ആ നിമിഷം തൊപ്പി ഊരി തല മുട്ടയടിച്ച് വല്ല കാശിക്കോ രാമേശ്വരത്തോ പോകുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ മാധവ് സാർ വിവരം അറിയും. ഇല്ലെങ്കിൽ അവനെ ഒലത്തുവോ? സാക്ഷാൽ ദൈവം തമ്പുരാമെന്ന് വിചാരിച്ച പോലും ആദിത്യനെ ഈ ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റില്ലടി. പിന്നെ നിന്റെ കർണനെ, മാധവനെ പോലെ ഒരു പോലീസുകാരനെ ഇത്രയും കാര്യത്തിനിടയ്ക്ക് നേരെ കണ്ടിട്ടില്ലടി. കണ്ടിരുന്നെങ്കിൽ എന്നേ അവൻ നന്നായനെ. ഡേ, ഇനി എന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ വെല്ലുവിളിച്ചോണ്ടല്ലോ പൊക്കിയെടുത്ത് അകത്തിട്ട് ചവിട്ടി കൂടി ഞാൻ ഇറങ്ങി പോടി. ഞാൻ പ്രതീക്ഷിച്ചില്ല വിളിച്ചപ്പോ നിങ്ങൾ എന്നെ കാണാൻ വരുമെന്ന്. ആദ്യത്തിന് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കില്ലെന്ന് CI പറഞ്ഞത് സെക്രട്ടറി വന്ന് അറിയിച്ചില്ലേ? CI മാധവൻ ഫോമില. അതങ്ങനെയാണ് സേതുലക്ഷ്മി. ലോകം നിയന്ത്രിക്കാൻ കെൽപ്പുള്ളവന്റെ പോലും അത്താഴം മുടക്കാൻ ചിലപ്പോ ചില നീർക്കോലികൾക്ക് പറ്റും. എന്നിട്ട് അതേ നീർക്കോലിയെ രാജവെമ്പാലയാണെന്ന് പറഞ്ഞ് ചിലർ ആദരിക്കും, ആഘോഷിക്കും. എന്ന് പറഞ്ഞാൽ അത്താഴം മുടങ്ങലിന് ശേഷം ഇനിയും ഒരംഗത്തിന് ബാല്യം ശേഷിക്കുന്നു എന്ന് കർണൻ കരുതുന്നുണ്ട്. യുദ്ധമല്ലേ, അത് ദിവസങ്ങളും വർഷങ്ങളും നീളും. ഒരു ദിവസം ഒരു ചെറിയ വിജയം ഉണ്ടായാൽ അതിന്റെ പേരിൽ ഞാൻ ആഘോഷങ്ങളൊന്നും നടത്താറില്ല. അന്തിമ വിജയം അത് വരട്ടെ. ആത്മവിശ്വാസം നല്ലതാ. പക്ഷേ ഡൽഹിയിൽ വെച്ചുള്ള നമ്മുടെ യുദ്ധങ്ങളിൽ നിന്ന് അറിയാലോ കർണന്. അന്നും രാജവമ്പാലയം പെരുമ്പാമ്പും ഒക്കെ കർണന്റെ കൈചരണങ്ങൾക്ക് കാത്തു നിന്നിരുന്നു. അവിടെ വെറും ഞാനൂലുകളെന്ന് നിങ്ങൾ ആക്ഷേപിച്ചിരുന്നവരെ ചേർത്ത് പിടിച്ച് പോരാട്ടത്തിനിറങ്ങി ജയിച്ചിട്ടുണ്ട് ഈ സേതുലക്ഷ്മി.
ഇവിടെ CI മാധവൻ എന്ന നീർക്കോലിയെങ്കിലും ഉണ്ട് എനിക്ക്. ആദിത്യൻ, അതാണോ സേതുലക്ഷ്മിയുടെ ടാർജറ്റ്? ഇവിടെ വച്ച് ഞാൻ കൈയൊഴിഞ്ഞാൽ കുറച്ച് കള്ളനോട്ട് സൂക്ഷിച്ചിരുന്നൊരു നാട്ടുംപുറത്തുകാരൻ, അതേ വരൂ ആദിത്യന്റെ അഡ്രസ്. അങ്ങനെ തന്നെ ഞാൻ ഇവിടുന്ന് വിടുവെന്ന് തോന്നുന്നുണ്ടോ? ഭീമ ജുവൽസ് അവതരിപ്പിക്കുന്നു നിർമാല്യം. ശ്രീ ശാന്തനാക്, ഇത്ര ദേഷ്യോ? നോക്ക്, നിന്റെ മുടി പോലും കൊഴിയുന്നു. സോറി ഇഷ്ട, ഈ ഡാൻഡ്രഫ് കാരണം എന്റെ മുടി. ദാ പിടി. വേറൊരു സ്റ്റൈലിംഗ് ക്രീം വേണ്ടോ? ഏയ്, ഇതിൽ കോക്കനട്ട് പ്രോട്ടീൻസ് ഉണ്ട്. കോക്കനട്ട്? പുതിയ പാരഷൂട്ട് ആഫ്റ്റർ ഷവർ ആന്റി ഡാൻഡ്രഫ് ക്രീമിലുണ്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്. അവ ഡാൻഡ്രഫിനോട് പൊരുതും ദിവസം മുഴുവൻ 24/7. മുടി 50% സ്ട്രോങ്ങർ ആക്കും. കൊള്ളാലോ, ഡാൻഡ്രഫിന് 6. എന്താ 6 നിനക്കേ അടിക്കാൻ പറ്റൂ? Mother's hands, Nunu's care. വാറിലെ ക്രാക്ക് ജാക്കിന്റെ ഭാരിച്ച ഓഫർ വേഗം വാങ്ങട്ടെ. പുഞ്ചിരി തൂകൂ 120-ൽ പരം വർഷങ്ങളായി പുഞ്ചിരിയുടെ പ്രകാശം പരത്തിക്കൊണ്ട് നിങ്ങളോടൊപ്പം ദ മുത്തൂറ്റ് ഗ്രൂപ്പ്, എ മുത്തൂറ്റ് എം ജോർജ് എന്റർപ്രൈസ്. ഒന്നാമതായി ഞങ്ങൾ തട്ടേണ്ടത് ഒരു പോലീസ് ഓഫീസറെയാണ്. റിസ്ക് കൂടും, അതുകൊണ്ട് തന്നെ കാശും കൂടും. അത് തരാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നറിയണം. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10 മണിക്ക് നമ്മുടെ ഏഷ്യാനെറ്റിൽ രഹസ്യം, ദ ട്രൂത്ത് അൺനോൺ. വിജയ ലിവിംഗ് അവതരിപ്പിക്കുന്നു രഹസ്യം. സമർപ്പിക്കുന്നത് വിജയ ലിവിംഗ്. കടവന്തറയിൽ 21 നിലകളിലായി 1.9 ഏക്കറിൽ 80% ഓപ്പൺ സ്പേസോടെ വിജയമഗ്നം. നികുതി കുടിശ്ശിക നിവാരണ പദ്ധതി 2008 വാണിജ്യ നികുതി കാര്യാലയം. കോൾഗേറ്റ് മാക്സ് ഫ്രഷ് ജെൽ, മാക്സ് ഇൻമേഷം, മാക്സ് ഫലം. ഭീമ ജുവൽസ് അവതരിപ്പിക്കുന്നു നിർമാല്യം. അങ്ങനെ തന്നെ ഞാൻ ഇവിടുന്ന് വിടുവെന്ന് തോന്നുന്നുണ്ടോ? തുടങ്ങി വെച്ചതൊരു മഹായാഗവ. അതിൽ ആദ്യത്തെ മാത്രം ഹോമിക്കപ്പെട്ട പോരാ, അവിടുന്ന് തുടങ്ങുന്ന സകല ചരടുകളും അവസാനം കർണൻ എന്ന ഈ മഹാ അത്ഭുതവും വീഴണം. ഞാൻ വീഴ്ത്തും കർണ. സേതുലക്ഷ്മി, എതിരാളിയുടെ വിജയം ഞാൻ അംഗീകരിക്കാതിരിക്കില്ല. സമ്മതിച്ചു. എന്റെ മുമ്പിലും ഒരു തോൽവിയുണ്ട്. അതിന്റെ കൺട്രോൾ സേതുലക്ഷ്മിയുടെ കയ്യിലുമാണ്. കുറച്ചുകൂടി മാന്യമായിട്ട് ചിന്തിക്കാം നമുക്ക്, ആരും തോൽക്കാതെ.